അപ്പൊ നന്ദിനി പറഞ്ഞിട്ട് അത് മോളെ, നമ്മുടെയൊക്കെ ശല്യമായിട്ടുള്ള വേദ എന്നേക്കുമായി വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി വിക്രവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് പടിയിറങ്ങി പോയതെന്ന് പറയട്ടെ നന്ദിനി. ഇത് കേൾക്കുന്ന സമയത്തിന് രാധക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നത് അതേ രാധേ, സത്യമായിട്ടും ഞാനിത് എൻ്റെ ഈ കൈ കൊണ്ടാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറയുന്ന സമയത്തിന് രാധക്ക് സന്തോഷമായിരിക്കും. രാധ പറഞ്ഞിട്ട് എൻ്റെ പൊന്നേട്ടത്തി, ഇപ്പോഴാണ് എനിക്കൊന്നൊരു സമാധാനമായത്. ഏട്ടത്തിക്ക് ഇനി ഇതിൻ്റെ പേരിൽ ജ്യൂസ് അല്ല, ഒരു ബിരിയാണി തന്നെ ഞാൻ വാങ്ങിച്ചു തരാം. ഏട്ടത്തി ഏതായാലും വണ്ടിയിൽ കയറി നമുക്കിതൊരു ആഘോഷമാക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും രാധ. അങ്ങനെ രാധ ഏതായാലും നന്ദിനെ കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് പോവും. അങ്ങനെ രാധയുടെ ആ ഒരു സന്തോഷം ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് നന്ദിനിക്ക് നല്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലമ്മ ഏതായാലും വിക്രത്തിൻ്റെ കല്യാണത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും വിക്രത്തിനോട് ഈ ഒരു കാര്യമെന്ന് പറഞ്ഞ് ബോധിപ്പിക്കണ്ടേ. വിക്രത്തിനാണെങ്കിൽ രാധയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് വിക്രത്തിനെ എങ്ങനെയെങ്കിലും രാധയുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. അതിനായിട്ട് വിക്രം